ലോകത്തെ ഏറ്റവും ശക്തരായ 7 ജനാധിപത്യ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന G7 ഉച്ചകോടിക്ക് ജപ്പാനിൽ തുടക്കം. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കുന്നു. 3 ദിവസങ്ങളിലായി ഹിരോഷിമയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ G7 അംഗങ്ങളല്ലാത്ത ചൈനയുടെയും റഷ്യയുടെയും സാന്നിധ്യമാണ് ശ്രദ്ധേയമാകുന്നത്. 49ാമത് G7 ഉച്ചകോടിക്കാണ് ജപ്പാനിൽ തുടക്കമായത്. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ലോക നേതാക്കൾ എത്തി. അംഗരാജ്യങ്ങളായ ജപ്പാൻ, കാനഡ, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, അമേരിക്ക എന്നിവയും ഇന്ത്യ, വിയറ്റ്നാം, ഓസ്ട്രേലിയ, ബ്രസീൽ, ഇന്തോനേഷ്യ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളും ഉച്ചകോടിയുടെ ഭാഗമാകുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലെത്തി. ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയുടെ ക്ഷണം സ്വീകരിച്ചാണ് മോദി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. സമാധാനം, സുസ്ഥിരത, ആരോഗ്യ സുരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശം, ചൈന ഉയർത്തുന്ന വെല്ലുവിളികൾ എന്നിവയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ. അതേസമയം 1945-ൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക അണുബോംബ് വർഷിച്ച ഹിരോഷിമയാണ് G7 വേദിയാകുന്നത് എന്ന പ്രത്യേകതയും ഇത്തവണത്തെ ഉച്ചകോടിക്കുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.